മ്യാൻമറിലെ ഭൂകമ്പത്തിൽ മരണം 694 1670 പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരങ്ങൾ. ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെ വീണ്ടും ഉണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 4.2 തീവ്രതയും രേഖപ്പെടുത്തി. ബനീഷ ബാബു ഉണ്ട് നമുക്കൊപ്പം. ബനീഷ, മരണം ഉയരുന്നു, പരിക്കേറ്റവരുടെ സംഖ്യ ഉയരുന്നു. മ്യാൻമറിൽ നിന്നും പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എങ്ങനെയാണ്? സേതു, മ്യാൻമറിലെ ഇന്നലെ ഉണ്ടായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 694 എന്നാണ് ഇപ്പോൾ മ്യാൻമറിലെ സൈനിക നേതൃത്വം അറിയിക്കുന്നത്. പരിക്കേറ്റവരുടെ എണ്ണം 1167 എന്നും ഈ സൈനിക നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ ഉച്ചയോടെയുണ്ടായ അതിഭീകരമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ ഏജൻസി ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കിയിരുന്നു. അതിനു പിന്നാലെ ഇപ്പോൾ മ്യാൻമർ ഭരണകൂടം ഇത്തരത്തിൽ മരിച്ചവരുടെ എണ്ണത്തിൽ ഇതിലുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. നിരവധി കെട്ടിടങ്ങളാണ്, ബഹുനില കെട്ടിടങ്ങൾ ഉൾപ്പെടെ പാലങ്ങളും കെട്ടിടങ്ങളും ഉൾപ്പെടെ തകരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് പിന്നെ വൈദ്യുതി ഇല്ലാത്തൊരു സാഹചര്യം. ഇതെല്ലാം തന്നെ രക്ഷാദൗത്യം കൂടുതൽ സങ്കീർണമാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ മ്യാൻമറിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കെട്ടിടങ്ങൾക്കുള്ളിലെല്ലാം കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള രക്ഷാദൗത്യം കൂടുതൽ ദുഷ്കരമാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഭൂകമ്പത്തിൽ മ്യാൻമറിൽ മാത്രം 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ രാത്രിയിലും സമാന രീതിയിൽ ഭൂചലനം മ്യാൻമറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 4.2 തീവ്രത രേഖപ്പെടുത്തിയ തുടർ ഭൂചലനമാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. ഇത്തരത്തിൽ വലിയ ഒരു ഭൂചലനത്തിനു പിന്നാലെ തുടർച്ചയായി ഇന്നലെ രാത്രി ഉണ്ടായ ഭൂചലനങ്ങളെല്ലാം അവിടുത്തെ മരണസംഖ്യ ഉയരാൻ കാരണമാകും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സേതു, ഈ ദൗത്യ സംഘങ്ങളെ പല രാജ്യങ്ങളും അയച്ചിട്ടുണ്ട് മ്യാൻമറിലേക്ക്. ഇന്ത്യ ഉൾപ്പെടെ സഹായഹസ്തം നീട്ടിയിട്ടുണ്ട് മ്യാൻമറിലേക്ക്. ഭക്ഷണ സാധനങ്ങളടക്കം ഇവിടെ നിന്ന് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രക്ഷാദൗത്യം ഈ ബനീഷ പറഞ്ഞതുപോലെ തന്നെയാണ്. അവിടെ ഈ പാലങ്ങളും റോഡും ഒക്കെ തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ മരണസംഖ്യ ഇനി 1000-ലേക്ക് എത്തുമെന്നുള്ള അമേരിക്കയുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ ഈ കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, എല്ലാ ദുരന്തബാധിത പ്രദേശങ്ങളിലേക്കും രക്ഷാസംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? സേതു, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനകം തന്നെ മ്യാൻമറിന് സഹായവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് 15 മില്യണിലധികം സാമഗ്രികളാണ് ഇപ്പോൾ മ്യാൻമറിലേക്ക് അയച്ചിരിക്കുന്നത്. കൂടാതെ ചൈനയിൽ നിന്നുള്ള 37 അംഗ സംഘം ഇതിനകം തന്നെ മ്യാൻമറിലെത്തി സുരക്ഷാ ദൗത്യങ്ങളിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ അമേരിക്ക ഉൾപ്പെടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന ഇത്തരത്തിലുള്ള സഹായം പ്രഖ്യാപിച്ചു. അങ്ങനെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ മ്യാൻമറിലുണ്ടായ ഈ ഒരു ദുരന്തത്തിന് സഹായവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞതുപോലെ തന്നെ കെട്ടിടങ്ങളെല്ലാം തകർന്നു വീണു, പാലങ്ങളില്ലാത്ത അവസ്ഥ, റോഡുകൾ ഇല്ലാത്ത അവസ്ഥ, ഇതെല്ലാം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് ദുഷ്കരമാക്കുന്ന കാര്യങ്ങളാണ്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്താനായും ഈ ഒരു സാഹചര്യം രക്ഷാസംഘത്തിന് മുന്നിൽ ഒരു ദുഷ്കരമായി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സംഘങ്ങൾ മ്യാൻമറിലെത്തി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സേതു, ബനീഷ, ഈ ബാങ്കോക്കിലെ സാഹചര്യം എന്താണ് നിലവിൽ? ബാങ്കോക്കിൽ നിരവധി ബഹുനില കെട്ടിടങ്ങളാണ് തകർന്നു വീണിട്ടുള്ളത്. ഇതിൽ ഒരു 32 നില കെട്ടിടം, നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടം തകർന്നു വീണ വിഷ്വലുകൾ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. ഇത്തരത്തിൽ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 10 പേരുടെ മരണം മാത്രമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളായി പുറത്തു വരുന്നുള്ളൂ. അതേസമയം ഈ കെട്ടിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ 10 പേരുടെ മരണം മാത്രമാണ് പറയുന്നതെങ്കിലും കൂടുതൽ പേരുകൾ മരിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. സേതു, ശരി ബനീഷ. വെള്ളിയാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:50 ആണ് ഈ ഒരു വമ്പൻ ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമല്ല, അതൊരു വലിയ ഭൂകമ്പം തന്നെയായിരുന്നു. കാരണം ബഹുനില കെട്ടിടങ്ങളടക്കം നിലം പതിച്ചു. മരണം 1000-ലേക്ക് എത്തുമെന്ന് അമേരിക്ക പറയുന്നു. ഇപ്പോൾ സ്ഥിരീകരിച്ച കണക്കുകൾ അനുസരിച്ച്, ഇപ്പോൾ ബനീഷ പറഞ്ഞതനുസരിച്ച് 694 മരണസംഖ്യ. 1500-ഓളം പേർക്ക് പരുക്കുകൾ പറ്റിയിട്ടുണ്ട്.
പലരും ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ അടക്കം കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ അവിടെ ഈ രക്ഷാസംഘത്തിന്, ദൗത്യ സംഘത്തിന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്നതിലും വലിയ ഒരു അപകടമാണ്, വലിയ ഒരു ദുരന്തമാണ് മ്യാൻമറിൽ ഉണ്ടായിരിക്കുന്നത്, ഈ ബാങ്കോക്കിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനിയും ദുരന്ത സാഹചര്യം, ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് ഉയരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. നമുക്ക് വീണ്ടും അവിടെ നിന്നുള്ള അപ്ഡേറ്റുകളിലേക്ക്, അവിടെ നിന്നുള്ള വിവരങ്ങളിലേക്കൊക്കെ പോകാം. കാരണം മ്യാൻമറിൽ നിന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരാൻ താമസമെടുക്കുന്ന കൂട്ടത്തിലാണ്. പരസ്പരം ഭിന്നിച്ച് നിൽക്കുന്ന ഒരു ഭരണകൂടമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ അവിടെ നിന്നും കൂടുതൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് വീണ്ടും അതിലേക്ക് തന്നെ എത്താം. കാരണം അന്താരാഷ്ട്ര സമൂഹം അടക്കം ഒന്നടങ്കം ഇപ്പോൾ ആശങ്കയോടെ ഉറ്റുനോക്കുന്നത് മ്യാൻമറിലെ സ്ഥിതി വിവരങ്ങൾ തന്നെയാണ്.